നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് കമൽഹാസൻ മണിരത്നം ടീമിൻ്റെ പുതിയ സിനിമയായ തഗ് ലൈഫിനെ കുറിച്ചാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ആഴ്ച 99 രൂപ ഓഫറിൽ ഞാൻ കണ്ടത് 3 സിനിമയാണ്. ഒന്ന് തഗ് ലൈഫ്, രണ്ടാമത്തത് ഹൗസ്ഫുൾ 5A ആണെങ്കിൽ 5E എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, അപ്പോൾ ഹൗസ്ഫുൾ 5A എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കണ്ടത് മൂൺ വാക്ക് എന്ന സിനിമയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തഗ് ലൈഫിനെ കുറിച്ച് പറയാമെന്ന് ഞാൻ പറഞ്ഞത്. ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഭയങ്കര ഹൈ എക്സ്പെക്റ്റേഷനുള്ള സിനിമയാണ് ബിക്കോസ് ഓഫ് ദ കാസ്റ്റ് ആൻഡ് ക്രൂ ഇൻവോൾവ് ഇൻ ദിസ് മൂവി. അത് കമൽഹാസനുണ്ട്, മണിരത്നം കമൽഹാസൻ ഒന്നിക്കുന്നു, ദെൻ AR റഹ്മാൻ്റെ മ്യൂസിക് ഉണ്ട്, പിന്നെ കാസ്റ്റ് തൃഷ, അഭിരാമി, സിംബു. ഇറ്റ്സ് ലൈക്ക് എ ബിഗ് കാസ്റ്റ്. ഒബിയസ്ലി പണ്ട് ദുൽഖർ ചെയ്യാവുന്ന സിനിമയാണെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ദുൽഖർ ഇതിനകത്ത് പിന്മാറി വേറെ സിനിമ ചെയ്യാനുള്ള ഡേറ്റ് ഇഷ്യൂ കാരണം. പിന്നെ ഒബിയസ്ലി അശോക് സെൽവൻ ഉണ്ട് പടത്തിനകത്ത്. പിന്നെ ഒരു പാട്ടിൽ നമ്മുടെ ഹിന്ദി നടി വന്നു പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് പേര്. അപ്പോൾ ഭയങ്കര വലിയ കാസ്റ്റ്, ക്രൂ, ഇറ്റ്സ് എ ബിഗ് ക്യാൻവാസ് മൂവി. അപ്പോൾ ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഈ സിനിമയൊക്കെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു. ഒബിയസ്ലി ഞാൻ ഫസ്റ്റ് ഡേ കണ്ടില്ല, കാരണം ഫസ്റ്റ് ഡേ എനിക്ക് പോകാൻ പറ്റി. ഞാൻ പറഞ്ഞില്ല, പൊതുവേ ഞാൻ വെള്ളിയാഴ്ചകളിലൊന്നും സിനിമ കാണുന്നത് വളരെ റെയറാണ്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഈ സിനിമ ഫസ്റ്റ് ഡേ തന്നെ വന്നപ്പോൾ തന്നെ വളരെ മോശം അഭിപ്രായം വന്ന് ഈ പടം വീണു ആക്ച്വലി. അപ്പം ഞാൻ ഫസ്റ്റ് ഡേ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ഡേ കാണാതെ അപ്പോൾ പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് കുറഞ്ഞു. പിന്നെ ഞാൻ പറ്റി ഇങ്ങനെ ഓഫർ ഉള്ളപ്പോൾ കാണാം. പാസ്പോർട്ട് ഉപയോഗിക്കാൻ നോക്കിയപ്പോൾ PVR ആക്ച്വലി ചില പുതിയ സിനിമകൾ, വലിയ ബിഗ് സിനിമകൾ പാസ്പോർട്ട് ബ്ലോക്ക് ചെയ്ത് നോക്കും. പിന്നെ ഈ പടത്തിന് ഒട്ടും ആളില്ലാതെ ഒരു ഷോ ആയി കുറഞ്ഞപ്പോൾ PVRൽ 99 ഓഫർ വന്നപ്പോഴാണ് ഞാൻ ഈ സിനിമ കണ്ടത്. സിനിമയെക്കുറിച്ച് പറയുന്നത് സിനിമ വളരെ മോശമാണ്. വളരെ മോശം വെച്ചാൽ വളരെ മോശമാണ്. സെക്കൻഡ് ഹാഫൊക്കെ കണ്ടിരിക്കാനേ പറ്റില്ല, അത്രയും മോശം. ഇത് എങ്ങനെ ഇങ്ങനൊരു സിനിമ ഉണ്ടായി മണിരത്നത്തിൻ്റെ അടുത്തുനിന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രയ്ക്ക് മോശമാണ്. ഇപ്പോൾ ഇത് കമൽഹാസൻ്റെ ഈ അടുത്തിട്ട് ചറവല്ല പടങ്ങൾ, വിക്രം കഴിഞ്ഞ പടങ്ങൾ മോശമായിട്ടൊക്കെ തന്നെ ഇറങ്ങുന്നത്. ഇന്ത്യൻ ടൂവിനേക്കാൾ മോശമാണെന്ന് വെച്ചാൽ അല്ല, ഇന്ത്യൻ ടൂവിന് മോശമല്ല. പക്ഷേ നമ്മൾ ഇതിൽ ഇൻവോൾവ് ആയ ക്രൂവിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ഇത് പറയേണ്ടി വരും, ഇത് ഇന്ത്യൻ ടൂവിനേക്കാളും മോശം ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളത്. ശങ്കറിൻ്റെ പടം ശങ്കർ കമൽഹാസൻ കമ്പയർ ചെയ്യുക അങ്ങനെ ചെയ്യല്ല. പക്ഷേ നമുക്ക് ശങ്കറിൻ്റെ പടങ്ങൾ അറിയാം, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മാസ് സിനിമ, അല്ലെങ്കിൽ സ്റ്റൈലിസ്റ്റിക് ആയിട്ടുള്ളൊരു പടം. അതിൻ്റെ അപ്പുറത്തേക്കും നമ്മൾ ശങ്കറിൻ്റെ പടത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല, ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷേ മണിരത്ന സിനിമയെ നമ്മൾ അതല്ല എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ സോ ഇവരുടെ കാസ്റ്റും ക്രൂ ഇൻവോൾവ് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആണ് സിനിമ സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് അത് തന്നെ ഒരു പ്രത്യേകമില്ല. എനിക്ക് സ്റ്റാർട്ടിങ് മുതൽ ഈ പടം ഭയങ്കര ഗംഭീര ഒരു പ്രശ്നം തോന്നിയിരുന്ന അഭിനയമാണെങ്കിലൊക്കെ ഓക്കെ ആണല്ലോ. ഞാൻ പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര മോശമായിട്ട് അഭിനയിച്ചു. തൃഷ ഭയങ്കര മോശമായിരുന്നു കേട്ടോ, എടുത്ത് പറയുകയാണ്. തൃഷയുടെ ആക്ടിങ് വളരെ മോശമായിരുന്നു. ഹെർ ക്യാരക്ടർ വാസ് റിയലി ബാഡ്. സോ ദർ ഇസ് ആ പുള്ളിക്കാരത്ത് ചെയ്യാനൊന്നുമില്ല. പിന്നെ പുള്ളിക്കാരത്ത് ചെയ്ത് കൺവിൻസ് ചെയ്യാൻ നോക്കിയില്ല. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരത്ത് തന്നെ കൺവിൻസ്ഡ് അല്ലായിരുന്ന ക്യാരക്ടർ എന്ന് എനിക്ക് തോന്നുന്നത്. സിംബു വാസ് ഓക്കെ. സിംബു ഫസ്റ്റ് ഹാഫിൽ പുള്ളിയുടെ സ്വാഗൊക്കെ രസമായിരുന്നു. കമൽഹാസൻ വാസ് ലൈക്ക് ഓക്കെ. പിന്നെ സെക്കൻഡ് ഹാഫിൽ പുള്ളി എന്താ കാണിച്ചത് എനിക്കറിയില്ല. പുള്ളി ഭയങ്കര ബോറായിരുന്നു. 2 മാസം കൊണ്ട് ഇതായത് നമ്മൾ കാണാൻ പറ്റുന്ന എല്ലാ ക്ലീഷേ ഇൻവോൾവ് ചെയ്തിട്ടൊരു സിനിമ എനിക്ക് ഒട്ടും ഇഷ്ടമൊന്നുമായില്ല. പിന്നെ ഒരുപാട് കാസ്റ്റ്, നമ്മൾ മലയാളത്തിൽ ജോർജൊക്കെ ഉണ്ട്, എനിക്കറിയില്ല. പിന്നെ ഈ സിനിമ മ്യൂസിക് ഞാൻ ഓൾറെഡി തുടങ്ങിയാണ്. വലിയ കുഴപ്പമില്ലാത്തൊരു ആൽബം ആയിരുന്നു, ഗംഭീര ആൽബം എന്നൊക്കെ ഞാൻ ഇട്ടിട്ടില്ല, എനിക്ക് അത്ര തോന്നിയൊന്നുമില്ല. പക്ഷേ ഈ സിനിമ ടെക്നിക്കലി നോക്കുവാണെങ്കിൽ സിനിമ കിഡിലാണ്. ഞാൻ അടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ മുഴുവൻ കാണാൻ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആക്കിയത് ഇതിൻ്റെ സൗണ്ട് മിക്സ് ആയിരുന്നു. ഞാൻ കണ്ടത് അറ്റ്മോസ്ഫിയർ അല്ല, ഒബിയസ്ലി ഇത്രയും ദിവസമായ സ്ഥിതിക്ക് അറ്റ്മോസ്ഫിയർ ഉള്ളത് ഇടയില്ലല്ലോ. ഞാൻ കണ്ട 7.1 ആണ്, OD5 PVR ഫോട്ടത്തിൽ കണ്ട കിട്ടില്ല സൗണ്ടായിരുന്നു. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി സൗണ്ടായിരുന്നു. സറൗണ്ട് ചാനൽസൊക്കെ ഫുള്ളി ആക്റ്റീവ്. എനിക്ക് തോന്നുന്നു അറ്റ്മോസ്ഫിയറൊക്കെ ആ കണ്ടിരുന്നത് കുറേ കൂടി കിഡിലാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ കിട്ടില്ല സൗണ്ട് മിക്സ് ആയിരുന്നു, ഭയങ്കര ഇഷ്ടമായി. പിന്നെ സിനിമോട്ടോഗ്രാഫി അടിപൊളിയാണ്, വിഷ്വലി ഒരു ട്രീറ്റ് ആയിരുന്നു സിനിമ കാണാൻ. ആൻഡ് പോസിറ്റീവ് അവിടെ എൻഡ് ചെയ്യും. ഇത് രണ്ടുമാണ് സത്യം പറഞ്ഞാൽ പോസിറ്റീവ്. DCP നല്ലതായിരുന്നുള്ളത്, അല്ലാണ്ട് ബാക്കിയൊന്നും എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയില്ല. സിനിമയുടെ കഥയൊക്കെ പറഞ്ഞാൽ അയ്യോ ഭയങ്കര മോശമാണ്. അപ്പം സെക്കൻഡ് ഹാഫ് നമ്മുടെ ഈ പണ്ടത്തെ മറ്റേ മൂപ്പന്മാരെ രക്ഷിക്കുന്ന പരിപാടി വരെ ഇതിനകത്തുണ്ട്. ഈ നമ്മൾ ഹീറോ ഇതിൻ്റെ മേലെ നിന്ന് വീഴുന്നു, വീട് കഴിഞ്ഞിട്ട് മൂപ്പന്മാർ ഇതിന്, അത് മൂപ്പന്മാർക്ക് വരെ ബുദ്ധി സന്യാസികളാണ്. അവർ പോയി 2 മാസം കൊണ്ട് അങ്ങനെ കരാട്ടി പഠിപ്പിക്കും. എന്തൊക്കെ കാണണമെന്നറിയോ. എന്നിട്ട് പുള്ളി ആ കരാട്ടയായിട്ട് തിരിച്ചു വന്നിട്ട് എല്ലാവരും ഇടിച്ച് തെറിപ്പിക്കും. അൺസൈക്കബിൾ. ഇങ്ങനൊരു സിനിമ എഴുതാൻ തോന്നിയെന്നുള്ളതാണ്. എന്ത് പറയാനാണ്. ജോർജ് രസമുണ്ടായിരുന്നു കേട്ടോ. പുള്ളി ഒരു 5-10 മിനിറ്റേ ഉള്ളൂ. പക്ഷേ പുള്ളി ആ സീനിൽ പുള്ളി രസമാണ്. പുള്ളി സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. എനിക്ക് റെട്രോയിലും പുള്ളി രസമായിരുന്നു പുള്ളിയുള്ളപ്പോൾ. ഇതിലും അതുപോലെ തന്നെ. പക്ഷേ അതർവൈസ് ഈ കാസ്റ്റ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കാസ്റ്റിൻ്റെ ലിസ്റ്റ് എടുത്ത് ഇനിയുണ്ട്. അതിന് മഹേഷ് മഞ്ജരേക്കർ ഹിന്ദിയിൽ നിന്ന്,
പിന്നെ വേറൊരുത്തും കൂടി അവനും ഉണ്ട്. കാസ്റ്റ് അത്ര വലിയ കാസ്റ്റാണ്. അവരെല്ലാം വേസ്റ്റ് ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സിനിമയാണത്. ഡയലോഗ്സ് ആണെങ്കിലും എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു, നമ്മളെന്തൊക്കെയോ കാണുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലോണം ബോറടിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്, തുടക്കം തന്നെ ഇത് കാണേണ്ടി വന്നല്ലോ. ഞാൻ അന്ന് ആ സിനിമ കാണുമ്പോൾ അന്ന് ഞാൻ PXL ട്രെയിലർ ഷോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ PXL സൂപ്പർമാൻ്റെ ട്രെയിലർ കാണിച്ചിരുന്നത്. അതൊരു ഫ്ലാറ്റ് റേഷ്യോ ട്രെയിലറായിരുന്നു. അപ്പം അത് കണ്ട് അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. മനസ്സിലാവും, ആ ഫുൾ സ്ക്രീനിൽ നിറഞ്ഞു നിന്ന് സൂപ്പർമാൻ ട്രെയിലർ കണ്ടു. ഞാൻ അതിൻ്റെ ഒരു ഹൈയിൽ വന്നിട്ടാണ് ഈ സിനിമ കണ്ടത്. ഹൈ എന്ന് പറഞ്ഞാൽ ലോ എന്ന് പറഞ്ഞാൽ ലോസ്റ്റ് ഓഫ് ദ ലോസ്റ്റിൽ ഞാൻ ഒറ്റയടിക്ക് എത്തിപ്പോയി സിനിമ കാണുമ്പോഴേക്കും. മടുത്തു പോയി സിനിമ കണ്ടിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഡേ കണ്ടില്ല. ഇനി ഞാൻ ഇവരുടെയൊക്കെ സിനിമകൾ ഫസ്റ്റ് ഡേ കാണുന്നത് ഞാൻ 2 വട്ടം ആലോചിക്കും. കാരണം ഇപ്പോൾ ഇറങ്ങിയ എല്ലാ പടങ്ങളും അങ്ങനെയാണ്. ഇപ്പോൾ ഇന്ത്യൻ 2 കങ്ക് ഇറങ്ങി സൂര്യയുടെ, അത് കഴിഞ്ഞപ്പോൾ ഇത് എല്ലാം മോശം. റെട്രോ ഒന്നും ഇവരെ ഫസ്റ്റ് ഡേ കണ്ടേ ഇല്ല. ഒക്കെ വയ്യ കാണുന്നത്. ഞാൻ ഇനി എല്ലാ പടവും ഇങ്ങനത്തെ പടമൊക്കെ എല്ലാം ഒന്ന് ഫസ്റ്റ് ഡേ കാണണമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഡിസിഷൻ. ഇനി അത്രയും എന്നെ എൻജോയ് ട്രെയിലർ കണ്ട് എനിക്ക് കണ്ടേ പറ്റും എന്നൊക്കെ തോന്നിയാൽ മാത്രമേ ഫസ്റ്റ് ഡേ ഞാൻ കാണുള്ളൂ. ഒബ്വിയസ്ലി ഐമാക്സിന് പോകണമെങ്കിൽ ഫസ്റ്റ് ഡേ കാണും, എല്ലാ സിനിമകളുടെ കാര്യം പറഞ്ഞാൽ. പിന്നെ ഈ രസം തഗ് ലൈഫ് ആക്ച്വലി ഐമാക്സിൽ റിലീസ് ഉണ്ടായിരുന്നു ഒരാഴ്ച. ആ സമയത്ത് ബാലറീന ഐമാക്സിൽ ഇറങ്ങിയാണെങ്കിൽ ഒന്നും കൂടി കാണാമായിരുന്നു തുടങ്ങി. ഇത് ഞാൻ അടുത്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ അടുത്ത് പറയാമോ സിനിപോളിസ് ഐമാക്സിനെ കുറിച്ചാണ്. ഫസ്റ്റ് ഡേ ഒരുപാട് ഷോ ഉണ്ടായിരുന്നു. 700 എത്ര രൂപ അങ്ങനെ ടിക്കറ്റ് ഇട്ടിട്ട് ആരും കയറിയില്ല. എനിക്ക് തോന്നുന്നു ഈ പടം ഒരാഴ്ച ഓടിയിട്ട് അവിടെ 500 പേര് ടോട്ടൽ കയറിയെന്നെങ്കിൽ നല്ല 500 ടിക്കറ്റെങ്കിലും ഐമാക്സ് വിറ്റുമെന്നൊരു സംശയമുണ്ട്. അത് കഴിഞ്ഞത് ശനിയാഴ്ച ഞായറാഴ്ച ആരും ഇല്ല കാണാൻ. എന്നിട്ട് തിങ്കളാഴ്ച അവർ ഒറ്റ ഷോ ആക്കി കുറച്ചു. എന്നിട്ടും അവർ ടിക്കറ്റ് റേറ്റ് കുറച്ചില്ല. ഇതെനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി. അതായത് ആൾ കയറുന്നില്ല, ഇനി നിങ്ങൾക്ക് ആളെ കയറ്റാൻ വേണ്ടി ടിക്കറ്റ് റേറ്റ് കുറച്ചിട്ടാണ്. ഞാൻ തഗ് ലൈഫ് അവിടെ ടിക്കറ്റ് റേറ്റ് കുറച്ചിട്ട് ഞാൻ ഐമാക്സിൽ പോയി കണ്ടായിരുന്നു. പക്ഷേ ഒബ്വിയസ്ലി അവർ കാശ് കുറക്കാത്തതുകൊണ്ട് എനിക്കത് വർത്തായിട്ട് തോന്നുന്നില്ല. ഈ പടത്തിന് 500-600 രൂപ കൊടുക്കണം, അത് ഒരാൾ പോലും കയറുന്നില്ല. എന്നിട്ട് ഇത്രയും കാശ് കൂട്ടി വെച്ചിട്ട് എന്താ സിനിപോളിസുകാർ ചെയ്യുന്നതല്ല. സിനിപോളിസിൻ്റെ ഐഡിയ എന്താണെന്ന് അറിയില്ല ഈ ടിക്കറ്റ് റേറ്റിനെ കുറിച്ച്. ഫസ്റ്റ് ഡേ കാശ് കൂട്ടുന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ ആളില്ലാന്ന് കണ്ടാൽ കാശ് കുറച്ച് ആളെ കയറ്റാൻ നോക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കണം തിയേറ്ററിൻ്റെ പ്രയോറിറ്റി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിപോളിസുകാർക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും 2-3 ദിവസത്തേക്ക് ഹൗ ടു ട്രെയിൻ എ ഡ്രാഗൻ്റെ ഐമാക്സ് റേറ്റ് കുറച്ചതിന് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ അത് കൂട്ടി. എന്തായാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ എനിക്ക് തിയേറ്ററിൽ വെറുത്തല്ല എന്ന് ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ സിനിമോട്ടോഗ്രാഫിയും സൗണ്ട് മിക്സും മാത്രം കൊണ്ട് എനിക്ക് സിനിമ സമാന്തരം ഫുൾ ഞങ്ങൾക്ക് കാണാൻ പറ്റി. അത് ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. അതൊരു ഹൈ എൻഡ് സിനിമയുടെ ഒരു ക്വാളിറ്റിയാണ്. അത്രയും നല്ല ടെക്നീഷ്യൻസ് ഈ സിനിമ വർക്ക് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടാണോ, ഫസ്റ്റ് ഡേ ആണോ കണ്ടത്, അതോ അത് കഴിഞ്ഞാണോ കണ്ടത്? നിങ്ങൾക്ക് സിനിമയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഇഷ്ടപ്പെട്ടവരും ഉണ്ടാവുമല്ലോ. ഒരു സിനിമയും എല്ലാവർക്കും ഒരേപോലെ തോന്നണമെന്നൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടോ, അങ്ങനെ ഉണ്ടാകും താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.